ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 10ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ എന്നുള്ളത്. അപ്പം ഇതിന് മുമ്പുള്ള 9 ചാർട്ടുകളായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഫണ്ടമെന്റൽ അനാലിസിസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിലെ തന്നെ നമ്മൾ ചാർട്ട് എന്താണ്, ക്യാൻഡിൽ എന്താണ്, ക്യാൻഡിൽ പാറ്റേൺസ് എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ പോയിങ്ങാണ്ട് അവിടെ ഒരു പ്ലേലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ മുഴുവൻ സീരീസും 1, 2, 3, 4 എന്നുള്ള ആ ഒരു ഓർഡർ ബേസിൽ തന്നെ നിങ്ങൾ കണ്ടുവരണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂവിങ് ആവറേജിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂവിങ് ആവറേജിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആ ഒരു മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റർ എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിച്ചു അല്ലേ. ഇനി അത് നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഒരു പക്ഷെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിന്റെ ഒക്കെ ചാർട്ട് എടുത്തിട്ട് അതിൽ ഈ ഒരു മൂവിങ് ആവറേജ് ഒക്കെ പ്ലോട്ട് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യണം. നമ്മൾ ആ മൂവിങ് ആവറേജിന്റെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് MACD. ആ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. MACD, മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ്. മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. എന്താണ് മൂവിങ് ആവറേജ്? കൺവേർജൻസ് എന്ന് പറയുമ്പോഴേ രണ്ട് ലൈന് അടുത്തേക്ക് വരുന്നതിനാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ അകന്നകന്ന് പോകുന്നതിനാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ചാർട്ടിൽ പ്ലോട്ട് ചെയ്തതിന് ശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് എ ട്രെൻഡ് ഫോളോയിങ് മൊമെന്റം ഇൻഡിക്കേറ്റർ ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു മൂവിങ് ആവറേജ് ഓഫ് എ സെക്യൂരിറ്റീസ് പ്രൈസ്. ഇത് ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ്. അതേപോലെ തന്നെ ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഇത് രണ്ട് മൂവിങ് ആവറേജുകൾ തമ്മിലുള്ള റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത്. ഓക്കെ, traders use the MACD to identify when bullish or bearish momentum is in order to identify entry and exit point for traders. MACD used by technical traders in stocks, bonds, commodities and FX market. Identify the trends and strengths or weakness momentum. ഈ ഒരു MACD എന്നുള്ളത് മൊമെന്റം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മൊമെന്റം വീക്ക് ആണോ സ്ട്രെങ്ത് ആണോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു എൻട്രി എടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു പൊസിഷന്റെ എൻട്രി എക്സിറ്റിനൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാനും നമുക്ക് ഈ ഒരു MACD വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഇൻഡിക്കേറ്റേഴ്സിന്റെ എല്ലാ ഇൻഡിക്കേഷൻസും അല്ലെങ്കിൽ സിഗ്നൽസിനും അക്യുറൻസി നമുക്ക് 100% അക്യുറൻസി അല്ലെങ്കിൽ 90% അക്യുറൻസി ഒന്നും ഇല്ല. കാരണം ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റില്ല. അത് ഞാൻ പിന്നീട് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഞാൻ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്കിലും ഓരോ ഇൻഡിക്കേറ്ററും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. പക്ഷെ ഈ ഒരു പല സമയത്തും ഈ ഒരു ഇൻഡിക്കേഷൻ ഫേക്ക് ആവാറുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ജസ്റ്റ് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. MACD ഇൻഡിക്കേറ്ററിന്റെ ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് നമുക്ക് നമ്മൾ ചാർട്ടിൽ കാണാൻ സാധിക്കും. ഒരു ബ്ലൂ ലൈൻ ഉണ്ടായിരിക്കും. ഈ ഒരു ബ്ലൂ ലൈനിനെയാണ് നമ്മൾ MACD ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട്. ഈ ഒരു റെഡ് ലൈനിനെ MACD സിഗ്നൽ ലൈൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാഫ് മോഡലുള്ള ഒരു ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് നേരെ ഒരു ചാർട്ടിലോട്ട് പോയിട്ട് അപ്സ്റ്റോക്സിന്റെ ചാർട്ടിൽ പോയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ചാർട്ടിൽ നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ എൻ്റെ അപ്സ്റ്റോക്സിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഓൾറെഡി ഞാൻ എൻ്റെ ഇൻഫോസിസിന്റെ ഒരു ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഡെയിലി ഫ്രെയിം ആണ്. അപ്പം ഇതിൽ നമ്മൾ MACD ഒന്ന് പ്ലോട്ട് ചെയ്യാം. MACD പ്ലോട്ട് ചെയ്യാൻ ഇൻഡിക്കേറ്ററിൽ വരാം. എന്നിട്ട് MACD ടൈപ്പ് ചെയ്യാം. നമ്മൾ MACD MACD നമ്മൾ കണ്ടു. അത് പുഷ് ചെയ്യുന്ന കൂടി നമുക്കത് കിട്ടി. കണ്ടില്ലേ ഈ MACD? ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു ഓസിലേറ്റർ ആണ്. ഓസിലേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻഡിൽ ചാർട്ടിന്റെ താഴ്ഭാഗത്താണ് ഇത് പ്ലോട്ട് ആയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഇതിനെ വലുതാക്കാം. ഇതിനെ വലുതാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഒരു ബ്ലൂ ലൈൻ കണ്ടില്ലേ. നമ്മൾ ബ്ലൂ ലൈൻ അതേപോലെ തന്നെ റെഡ് ലൈൻ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ള. റെഡ് ലൈൻ എന്നുള്ളത് നമുക്ക് MACD സിഗ്നൽ ലൈൻ ആണ്. MACD ലൈന് ബ്ലൂ ലൈൻ ആണ്.
ഈ ബ്ലൂ ലൈന് റെഡ് ലൈനെ ക്രോസ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ്. അതേപോലെ തന്നെ ഈ റെഡ് ലൈനിനെ ക്രോസ് ചെയ്ത് ബ്ലൂ ലൈന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡും എന്നുള്ളതാണ് നമ്മൾ ആ മൂവിങ് ആവറേജിൽ പഠിച്ച സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ അല്ലേ ബ്ലൂ ലൈൻ ഉണ്ട്, അതേപോലെ തന്നെ റെഡ് ലൈന്, സിഗ്നൽ ലൈന്, ഹിസ്റ്റോഗ്രാം എല്ലാം. ഹിസ്റ്റോഗ്രാമിൽ നിങ്ങൾ ഗ്രീൻ കളർ കണ്ടല്ലോ. ഈ ഗ്രീൻ കളർ വരുന്നത് മുതൽക്ക് തന്നെ അതൊരു അപ് ട്രെൻഡിന്റെ സിഗ്നൽസ് നമുക്ക് തന്നു. കാരണം ഈ റെഡ് കളർ വരുന്നത് ഹിസ്റ്റോഗ്രാമിൽ റെഡ് കളർ മീൻസ് ബിയറിഷ് ആണ്. ഈ റെഡ് കളർ ഇവിടുന്ന് തീർന്നിട്ട് ഗ്രീനിലോട്ട് എൻട്രി ആവുന്നുണ്ട്. ആ ഒരു സെയിം പോയിന്റ് തന്നെ ഇവിടെ ഒരു ക്രോസ് ഓവർ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? ശരിക്കും MACD നോക്കിയിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രോസിങ്ങും അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ കളറിന്റെ ഹിസ്റ്റോഗ്രാമും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു തിയറി വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു എൻട്രി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് ഹിസ്റ്റോഗ്രാമിലെ ഗ്രീൻ ക്യാൻഡിൽസ് ഫിനിഷായി റെഡിലോട്ട് മാറുന്ന സമയത്തിന് നമുക്ക് അതിൽ നിന്നും എക്സിറ്റ് ആവാം. ആ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മളെ ഒരു ബ്ലൂ ലൈന് റെഡ് ലൈനിന്റെ ക്രോസ് ചെയ്തിന് താഴോട്ടേക്ക് വരുന്നതും കാണാം. പിന്നെ ബാക്കി ഈ മൂവിങ് ആവറേജിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ബ്ലൂ ലൈന് താഴ്ഭാഗത്തൂടെ റെഡ് ലൈനിന്റെ താഴ്ഭാഗത്തൂടെ ക്രോസ് ചെയ്തതിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്നുള്ളത് കണക്കാക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എവിടെയൊക്കെയാണ് നമുക്ക് ഇത് അപ് ട്രെൻഡ് എവിടുന്നാണ് സ്റ്റാർട്ട് ആവുന്നത്, അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡ് എവിടുന്നാണ് സ്റ്റാർട്ട് ആവുന്നത്, അപ് ട്രെൻഡിന്റെ എവിടുന്നാണ് ഫിനിഷിംഗ് പോയിന്റ് എവിടെയാണ് വരുന്നത്, ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ മെയിൻ ആയിട്ട് ഹിസ്റ്റോഗ്രാമിന്റെ ആ ഒരു അതേപോലെ തന്നെ ഈ ഒരു ക്രോസ് ഓവർ, ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ ബ്ലൂ ലൈന് താഴെ നിന്നും മുകളിലോട്ട് റെഡ് ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡിന്റെ സ്റ്റാർട്ടിങ് ആയി. അതേപോലെ തന്നെയാണ് ബ്ലൂ ലൈന് റെഡ് ലൈനിനെ മുകളിലൂടെ ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെന്നുള്ള ഒരു ബിയറിഷ് ട്രെൻഡിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ബിയറിഷ് ട്രെൻഡാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ MACD എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? പിന്നെ അതേപോലെ തന്നെ ഇത് എങ്ങനെ പ്ലോട്ട് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾ ഇതേപോലെ തന്നെ ജസ്റ്റ് സമയം ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഇതിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഇൻഡിക്കേറ്ററിലോട്ടും കൂടി പോവാം. നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ. ഇതും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ ആണ്. Stochastic are a favorable technical indicator because they are easy to understand and have a relatively high degree of accuracy. It falls into the class of technical indicators known as oscillators. The indicator provides buy and sell signals for traders to enter or exit position based on momentum. Stochastic are used to show when a stock has moved into an overbought or oversold position. It is beneficial to use stochastics in conjunction with other tools like the Relative Strength Index RSI to confirm a signal. സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ അതാണ്, ഇതൊരു ലീഡിങ് ഇൻഡിക്കേറ്റർ തന്നെയാണ്, ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഒരു ഓസിലേറ്റർ ഇൻഡിക്കേറ്റർ ആണ്. ഒരു സ്റ്റോക്കിന്റെ ഒരു ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് എടുത്തിട്ട് അതിന്റെ കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ പീരീഡിലെ അതിനൊരു ലുക്ക് ബാക്ക് എന്നാ പറയുക. അത് നോർമലി ഒരു 14 ആണ് ആ ഒരു ഇത് വരുന്നത്. അത് നമ്മളൊരു ഡേ ഫ്രെയിമിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ 14 ദിവസത്തെ ആ ഒരു 14 ദിവസത്തിലെ ഓരോ ദിവസത്തെയും ഹൈ പ്രൈസിനെയും ലോ പ്രൈസിനെയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് നോക്കുന്നത്. ഉദാഹരണത്തിന് ഇന്നത്തെ ക്ലോസ് പ്രൈസ് 110 ആണെന്ന്, ഒരു സ്റ്റോക്കിന്റെ ഇന്നത്തെ ക്ലോസ് പ്രൈസ് 110 ആണെന്നുണ്ടെങ്കിൽ ലുക്ക് ബാക്ക് പീരീഡിലെ ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 14 ദിവസത്തെ, അത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ടൈം ഫ്രെയിം ഡേ ഫ്രെയിം 1 ഡേ ഫ്രെയിം ആണ് നോക്കുന്നത് 14 ദിവസത്തെ. അതല്ല നമ്മളൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ആകുമ്പോൾ നമ്മളൊരു അതിന് ശേഷമുള്ള 14 ക്യാൻഡില്, നമ്മളൊരു 1 അവർ ആണെന്നുണ്ടെങ്കിൽ 1 അവറിന്റെ ക്യാൻഡിലിന്റെ 14 മുമ്പുള്ള 14 ക്യാൻഡിൽസ്,
അങ്ങനെ ആ ഒരു 14 ദിവസത്തെ ഏറ്റവും ഹൈ പ്രൈസ് പോയിരിക്കുന്നത് 100 അതേപോലെ ലോ പ്രൈസ് എന്നുള്ളത് 90 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് 110 110 നമുക്കത് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണ് എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാലോ. ഏകദേശം അത് തന്നെയാണ് ഈ ഇൻഡിക്കേറ്ററും ഓസിലേറ്റർ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്ററും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്തു തരുന്നത്. നമുക്ക് സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്ററും കൂടെ ഒന്ന് നമുക്ക് പ്ലോട്ട് ചെയ്തിങ്ങാണ്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഞാനത് ചാർട്ടിൽ തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ അപ്സ്റ്റോക്സിന്റെ വിൻഡോ കാണാം അല്ലെ. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത സെയിം തന്നെ ഇൻഫോസിസിന്റെ തന്നെയാണ് ഡെയിലി ഫ്രെയിം ടൈം. അപ്പം ഇതിൽ നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ വരിക. ഇൻഡിക്കേറ്റേഴ്സിൽ വന്നത് സ്റ്റൊക്കാസ്റ്റിക് എന്ന് അടിച്ചത് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റൊക്കാസ്റ്റിക്. അപ്പോ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ എന്ന ഇൻഡിക്കേറ്റർ നമ്മളെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ കാണാം ഒരു ബ്ലൂ ലൈന്, അതേപോലെ തന്നെ റെഡ് ലൈന്. നമ്മൾ മുമ്പ് മൂവിങ് ആവറേജിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം എപ്പോഴൊക്കെ ഈ റെഡ് ലൈനിനെ നമ്മൾ പ്രസന്റ് ഡി ലൈൻ എന്നും അതേപോലെ തന്നെ ഈ ബ്ലൂ ലൈനിനെ പ്രസന്റ് കെ ലൈൻ എന്നും എന്നാണ് നമ്മൾ പറയുന്നത്, എന്നാണ് വിളിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെഡ് ലൈനിനെ ബ്ലൂ ലൈന് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഒരു അപ് ട്രെൻഡ് അവിടെ സ്റ്റാർട്ട് ആവും. അത് നമുക്ക് ഇവിടെ തന്നെ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു പോയിന്റ് ക്രോസ് ചെയ്തു, അത് നേരെ ചാർട്ടിലോട്ട് പോകുമ്പോൾ തന്നെ ചെറിയ രൂപത്തിലാണെങ്കിലും ഇവിടെ ഒരു അപ് ട്രെൻഡ് വരുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു അപ് ട്രെൻഡിനെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇനി കുറച്ച് പിന്നിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ നിന്നു അതിനുശേഷം നമുക്ക് ചെറിയൊരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂ ലൈന് റെഡ് ലൈനിനെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ക്രോസ് ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ ഇത് ബ്ലൂ ലൈന് റെഡ് ലൈനെ ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ്. ഇതൊരു ക്രോസ് ഓവർ ഏരിയ ആയിരുന്നു ഇത്. കാരണം അത് എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമ്മളെ ചാർട്ടും ആ ഒരു കറക്റ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ ഒരു ക്രോസ് ഓവർ തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻസ് മറ്റുള്ള മൂവിങ് ആവറേജിൽ ഇല്ലാതിരുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിന് ഒരു ഓവർബോട്ട് ഏരിയയും അതേപോലെ തന്നെ ഓവർസോൾഡ് ഏരിയയും ഉണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു 0 ലൈന് വരുന്നുണ്ട്. സീറോ കഴിഞ്ഞ ശേഷം ഇത് 20യുടെ ലൈനാണ്, പിന്നീട് ഇതൊരു 80യുടെ ലൈന്, പിന്നെ 100ന്റെ ലൈന്. 0 to 20 എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇതൊരു ഓവർ സോൾഡ് ഏരിയ ആണ്. കാരണം ഈ ഒരു ഏരിയയിൽ 0 to 20യുടെ ഏരിയയിൽ ഈ ഒരു ലൈനുകൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു സ്റ്റോക്ക് ഓവർസോൾഡ് സിറ്റുവേഷനിലാണുള്ളത്. എപ്പോഴും അവിടെ നിന്ന് റിവേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് ഏരിയയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അവിടെ നിന്ന് റിവേഴ്സിൽ വരും എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് റിവേഴ്സിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 80 to 100 എന്നുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഓവർബോട്ട് ഏരിയ ആണ്. ഈ മാർക്കറ്റ് ഈ ഒരു ലൈൻസ് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വിജിലന്റ് ആയിരിക്കണം. കാരണം എപ്പോഴും മാർക്കറ്റ് തിരിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഷോർട്ട് സെല്ലിൽ നമ്മൾ എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ ഓവർബോട്ട് ഏരിയയിൽ ഈ ഒരു ലൈൻസ് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തായാലും ഒരു ക്രോസ് ഓവറും ഉണ്ടാവും. ആ ഒരു ക്രോസ് ഓവറും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽ എൻട്രിയിലോട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലെ. ഇതില് MACD ഇൻഡിക്കേറ്റർ, സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ, ഈ രണ്ട് ഇൻഡിക്കേറ്ററും എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നും അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചാർട്ട് അനലൈസ് ചെയ്യാം, ആ ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് VM റഫീഖ് സൈനിങ് ഓഫ്.